എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരമ്പരാഗതമായിട്ട് വിഷുദിനത്തിൽ പ്രഭാത ഭക്ഷണമായിട്ട് കഴിച്ചു വരുന്ന വിഷുക്കട്ട വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷുക്കട്ട സാധാരണ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിൽ അരി വേവിച്ച് നല്ലപോലെ വറ്റിച്ച് കുറുക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് എത്രത്തോളം സമയം ലാഭിക്കാമോ അത്രത്തോളം നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ എന്നാൽ ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിഷുക്കട്ട വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെമ്പാ പച്ചരിയാണ്. ഇത് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. എനിക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ്. ഇനിയിപ്പോൾ വേകാൻ പാടുള്ള അരിയാണെന്ന് വരിയിൽ 1 മണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കുതിർത്തൊന്നും വെച്ചിട്ടില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയുടെ 1-ാം പാലാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തേങ്ങ തിരുവിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് ഒരു 2 കപ്പ് 1-ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വന്ന തേങ്ങയിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് 2-ാം പാലും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരി വേവിക്കുന്നത് വന്നിട്ട് നമ്മുടെ തേങ്ങയുടെ 2-ാം പാൽ വെച്ചിട്ടാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് അരിക്ക് 4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അരിയെല്ലാം വെന്ത് കിട്ടും. ഇനിയിപ്പോൾ ഞാനിവിടെ കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. പിന്നെ വിസിലിൻ്റെ എണ്ണമൊക്കെ നമ്മൾ എടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ച് വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അരിക്ക് ഒരു 2 വിസിലൊക്കെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 90% വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ അരിയെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കാണ് മാറ്റുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1-ാം പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് 1-ാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ അളവിൽ ജീരകം, അതായത് ചെറിയ ജീരകം ഒന്ന് ചതച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു വിഷുക്കട്ടയിലേക്ക് വരത്തുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം വരെ നല്ലപോലെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ സദ്യയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിഷുക്കട്ട വന്നിട്ട് നമ്മുടെ ഈ ഒരു തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തന്നെ ഇതിപ്പോൾ പുറത്തായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, തൃശ്ശൂരാണ് ആളുടെ വീട്, അപ്പോൾ പുള്ളിക്കാരിയാണ് ഈ ഒരു വിഷുക്കട്ട ആദ്യമായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നത്. ഇത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശർക്കരപ്പാനിയും കൂടെ ചേർത്താണ് നമ്മളിത് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ശർക്കരപ്പാനി ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇത് തണുത്തിട്ട് ഒരു പാത്രത്തിലടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു വിഷുക്കട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ കുറുകി ആ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അലുവയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് വിട്ട് വരാറില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു വാഴയിലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് വാഴയിലയിൽ തന്നെ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പക്ഷെ വാഴയിലയിൽ ഇട്ട് കഴിഞ്ഞാൽ വാഴയില വാടിയ ആ ഒരു ചെറിയ ടേസ്റ്റൊക്കെ നമ്മുടെ ഈ ഒരു വിഷുക്കട്ടയിലേക്ക് ഉണ്ടാവും. നമ്മൾ പൊതിച്ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതുപോലെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വാഴയിലയിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ദാ ഇതെല്ലാം ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ചട്ടുകം വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. സാധാരണ കത്തി വെച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവേ, കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 10-15 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അത് മാത്രമേ നമുക്ക് വേണ്ടൂ. ബാക്കിയൊക്കെ നമ്മൾ കുക്കറിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലും എളുപ്പത്തിൽ ഇനി വിഷുക്കട്ട തയ്യാറാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വിഷുവിന് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ.